ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗമാണ് തിരുസഭ ധ്യാന വിഷയമായി നമുക്ക് നൽകിയിരിക്കുന്നത്. ലോകപ്രസിദ്ധമായ നല്ല സമരിയക്കാരൻ്റെ ഉപമയാണത്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ മാത്രം പറയുന്ന ഉപമ. വിജാതീയൻ സ്വജാതീയനെന്നും രക്ഷയുള്ളവനെന്നും സ്വയം അഭിമാനം കൊള്ളുന്നവനെ വഴിയരികിൽ നിന്ന് രക്ഷിച്ച് അവനും രക്ഷയുണ്ട് എന്നും എല്ലാ മനുഷ്യരും ദൈവമക്കളാണെന്നും തെളിയിക്കുന്ന ഏറ്റവും മനോഹരമായ ഉപമ. ഒരു മനുഷ്യൻ യേശുവിനോട് ചോദിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശു അവന് നൽകുന്ന മറുപടി, എല്ലാറ്റുപരിയായി ദൈവത്തെയും തന്നെപ്പോലെ സഹോദരങ്ങളെയും സ്നേഹിക്കുവാനുള്ള കൽപ്പനയാണ് നൽകിയത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കാനും അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുവാനുമുള്ള ബലം. എന്നാൽ അവൻ തന്നെ ന്യായീകരിക്കുവാൻ ആശിച്ച് യേശുവിടെ വീണ്ടും ചോദിക്കുന്നു, ആരാണ് എൻ്റെ അയൽക്കാരൻ? അതിന് യേശു നൽകുന്ന മനോഹരമായ മറുപടിയാണ് ഈ ഉപമ. ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. യാത്രമധ്യേ അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. എല്ലാം അപകരിച്ച ശേഷം അവനെ അർത്ഥപ്രാണനാക്കി വഴിയേരി ഉപേക്ഷിച്ചു പോയി. ഒരു പുരോഹിതൻ ആ വഴി പോയി. അവൻ കണ്ടുവെങ്കിലും അവൻ്റെ അടുക്കൽ പോകാതെ മാറി നടന്നു. അത് കഴിഞ്ഞ് ഒരു ലേവാനായ വഴി വന്നു. അവനും കണ്ടുവെങ്കിലും മറുവശത്തുകൂടി കടന്നുപോയി. എന്നാൽ ആ വഴി വന്ന വിജാതീയനായ ഒരു സമരിയക്കാരൻ അലിവ് തോന്നി അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയും അവനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ ഏൽപ്പിക്കുകയും സത്രക്കാരന് 2 ദിനാറ് കൊടുത്തിട്ട്, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, ഇനി എന്തെങ്കിലും കൂടുതലായാൽ തിരികെ വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാമെന്ന് ഉറപ്പ് നൽകി കടന്നു പോകുന്നു. യേശു ചോദിക്കുന്നു, ആരാണ് അവൻ അയൽക്കാരനായി ഭവിച്ചത്? വിജാതീയനായ സമരിയക്കാരൻ. യേശു പറയുന്നു, നീയും പോയി ഇതുപോലെ ചെയ്യുക. ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം സങ്കടപ്പെടുന്നവരോട് കൂടെ നിൽക്കാൻ യേശു ആവശ്യപ്പെടുന്നു. മറുവശത്തോട് കടന്നുപോയ പുരോഹിതനോ കണ്ടിട്ടും കടന്നുപോയ ലേവായനോ അല്ല നാം ആകേണ്ടത്. മറിച്ച് അലിവ് തോന്നി ഇറങ്ങി വന്ന സമരിയക്കാരൻ്റെ മനസ്സ് നമുക്കുണ്ടാകണം. അത് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. സത്യത്തിൽ ഈ ഉപമയിലെ നല്ല സമരിയക്കാരൻ ക്രിസ്തു തന്നെയാണ്. പാപത്താൽ അർത്ഥപ്രാണനായി പോയ നമ്മെ ഓരോരുത്തരെയും നിത്യരക്ഷയുടെ സ്വർഗീയ ഭവനത്തിലെത്തിക്കുവാൻ ക്രിസ്തു തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ നമ്മുടെ മുറിവുകൾ വശുകെട്ടി അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം നൽകി നമ്മെ രക്ഷയുടെ സുരക്ഷിതമായ ഇടത്തിലെത്തിച്ചു. അവൻ വീണ്ടും വരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മെ കൃപയോടുകൂടി വീണ്ടെടുക്കും. നാം എല്ലാവരും നല്ല സമരിയക്കാരായി ഈ ലോകത്തിൽ ജീവിക്കണമെന്നും നിത്യത എന്ന സത്യം യാഥാർത്ഥ്യമാണെന്നും ഈ ഉപമ തെളിയിക്കുന്നു. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന നമുക്ക് സഹോദരങ്ങളെ മറന്ന് ജീവിക്കാനാകില്ല. സഹോദരങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ നന്മയും അമൂല്യമായ രത്നങ്ങളാണെന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കും അവരിനെ ശുശ്രൂഷിക്കുവാൻ ലഭിക്കുന്ന എല്ലാ അവസരവും നന്നായി ഉപയോഗപ്പെടുത്തുവാനും നല്ല സമരിയക്കാരന്മാരായി രൂപാന്തരപ്പെടുവാനുമുള്ള കൃപാവരങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.